പേര് അർച്ചന. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തിനെ പറ്റിയിട്ട് അറിയണത് എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ്. ഞാൻ IELTS പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത്. ഞാൻ മുംബൈയിൽ 1.5 കൊല്ലം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അങ്ങനെ IELTS പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അങ്ങനെ 3 മാസത്തോളം ഞാൻ എഴുതി കൊടുത്തൊന്നും നടന്നില്ല. അതിനുള്ള കാരണം എനിക്ക് പിന്നീട് മനസ്സിലായി. ഞാൻ ചെയ്ത ഉടമ്പടി കാര്യങ്ങളൊന്നും ശരിയായിരുന്നില്ല. അതായത് എൻ്റെ പ്രെയർ ഇടയ്ക്ക് മുടങ്ങിപ്പോവായിരുന്നു. പിന്നെ എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അച്ഛനൊക്കെ ഇങ്ങനെ പ്രസംഗത്തിൽ പറയാറില്ലേ, ഇങ്ങനെ കാര്യം സാധിക്കാൻ വേണ്ടി വരുന്ന അങ്ങനത്തെ ഒരു ഇതായിരുന്നു എനിക്ക് ആദ്യം. അങ്ങനെ 3 മാസത്തോളം അങ്ങനെ വന്നു. എന്നിട്ട് എനിക്കൊന്നും നടന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ IELTS പരീക്ഷ ഉണ്ടായിരുന്നു. അത് പാസ്സായില്ല, അത് പൊട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. അച്ഛനെ കണ്ടു. എക്സാമിന് വേണ്ടിയിട്ട് അച്ഛനെ കാണാൻ വരില്ലേ, അങ്ങനെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പ്രെയറൊന്നും മുടങ്ങാണ്ട് എല്ലാ കാര്യങ്ങളും മര്യാദയ്ക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എന്നാലും IELTS മൂന്നാമത് എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. സ്പീക്കിംഗ് ഒന്നും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. എന്താ ചെയ്യുക, റീഡിങ് തീരില്ല. മൂന്നാമത് എഴുതാമെന്നും വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്തു. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അവൾ OET IELTS എഴുതിയത് എൻ്റെ പോലെ തന്നെ. അതായത് IELTS എൻ്റെ കൂടെ പഠിച്ചത് അവൾ. അത് കഴിഞ്ഞിട്ട് OET എഴുതി. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ OET ഒന്ന് ട്രൈ ചെയ്യ് IELTS വിട്ടിട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ OET ട്രൈ ചെയ്യാനുള്ള 2 മെയിൻ റീസൺ. ഒന്നാമത് അതിൻ്റെ ഫീസും പിന്നെ അതിൻ്റെ സ്പീക്കിങ് ഞാൻ വിചാരിച്ചത് തിയറട്ടിക്കൽ നോളജ് ആണ്. നമ്മൾ പഠിക്കണ കാര്യങ്ങൾ ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടാവും. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ OET എടുക്കാഞ്ഞത്. എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നു OET നോക്കിയാൽ പോരേന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതും പറഞ്ഞു ഒഴിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട, IELTS ഒരു വട്ടം കൂടി എഴുതാം അങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എൻ്റെ വേറൊരു ഫ്രണ്ട് വിളിച്ചു. അപ്പോൾ അവളും എൻ്റെ കൂടെ IELTS ഇവിടെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഇങ്ങനെ സ്പീക്കിംഗ് ടഫാന്ന് അങ്ങനെയൊന്നും ഇന്നലെ പറഞ്ഞ പോലെ ഒന്നും അവളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എടി നീ OET ഒന്ന് നോക്കടി, OET എളുപ്പമാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൾ പഠിക്കുന്ന അക്കാദമി നല്ലതെന്നൊക്കെ കേട്ടു, നീ അവിടെ ഒന്ന് പോയി ട്രൈ ചെയ്യ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെയും കൺഫ്യൂസ്ഡായി, എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ വചനം എടുത്തു. എനിക്ക് എന്തെങ്കിലും ഒന്നും കിട്ടാണ്ടിരിക്കുക അല്ലെങ്കിൽ എനിക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു വചനപ്പെട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ വചനം എടുത്തപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വചനമുണ്ട്. ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുള്ളതാണ്, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ടെന്നുള്ള ബോധ്യവുമാണ്. അപ്പോൾ എനിക്ക് ആ വചനം കിട്ടിയത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം കൂടിയും ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് എടുത്തപ്പോൾ ദൈവത്തിൻ്റെ മാർഗം പരിശുദ്ധമാണ് അങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊരു വചനം കിട്ടി. അപ്പം ഞാൻ ഉറപ്പിച്ചു IELTS വിടാം, OET നോക്കാം. ഇതിപ്പോൾ മാതാവ് കൊണ്ടുവന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. എന്നിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു OET നോക്കിയാലോ. അപ്പോൾ ഞാൻ IELTS മൂന്നാമത്തെ വട്ടം എഴുതാൻ അക്കാദമിയിൽ പോയി തുടങ്ങി. അവിടെ ഫീസ് അടച്ചു. എന്നിട്ട് ഞാനിത് പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഫീസ് അടച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുക. അപ്പോൾ വീട്ടിൽ അച്ഛൻ ഇങ്ങനെ എന്നോട് പറഞ്ഞില്ല, അമ്മയോട് പറഞ്ഞു, എന്താ പറയുക, നീ ഒരെണ്ണം കഴിഞ്ഞ വേറെയിലേക്ക് ചാടുക അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും ചെയ്തുകൊണ്ടില്ല. ഞാൻ പോവാം, ഇനി ഇത് ട്രൈ ചെയ്തില്ല എന്നുള്ളൊരു പരാതി വേണ്ട എന്നുള്ളൊരു സ്കീമിൽ ഞാൻ പോയി പഠിച്ചു. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചു പറഞ്ഞത്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല, ക്ലാസ് ഉണ്ട് എന്നും പിന്നെ ഹോസ്റ്റലിൽ. അപ്പോൾ ഞാൻ വീട്ടിലായിരുന്നപ്പോഴൊക്കെ ഞാൻ വഴിയിലിരിക്കണവർക്കൊക്കെ ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പൊതിഞ്ഞൊക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെയ്തിട്ട് ചെയ്യാത്ത കാരണം ഞാൻ വീട്ടിൽ അമ്മയുടെ അടുത്തൊക്കെ പറയും, ചേട്ടനൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്ത് വിട്, അപ്പോൾ അവർക്ക് അങ്ങനെയെങ്കിലും കിട്ടട്ടെ, രണ്ട് പൊതിച്ചോറെങ്കിൽ 2 പൊതിച്ചോറ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൻ കൊടുത്തു വിടായിരുന്നു, അല്ലെങ്കിൽ ചേച്ചി കൊടുത്തു വിടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് എക്സാമിന് വന്നു. അപ്പോഴാണ് ഇവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അവിടെ ഇതിന് മുന്നേ ഞാൻ IELTS വന്നപ്പോൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അവിടെ നിന്നെല്ലാം മേടിച്ചിങ്ങനെ പോയി. ഈ വട്ടം OETക്ക് വേണ്ടി വന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു അങ്കിളുണ്ട്, ഫസ്റ്റ് ഓഫീസിലിരിക്കുന്ന ഒരു അങ്കിള്. ആ അങ്കിള് ഞാൻ കയറി ചെന്ന് ആൾ ഒപ്പിട്ട് അപ്പം തന്നെ ആൾ പറയാം, ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ സാക്ഷ്യം പറയാൻ വന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്ഭുതമായി. എൻ്റെ അടുത്ത് ഇങ്ങനെ മുന്നേ വന്നപ്പോഴൊന്നും ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ ഇത് എക്സാമിന് അച്ഛനെ കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, ആ അങ്കിൾ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ എന്ന് ചോദിച്ചു.
അപ്പോൾ അവൾ പറഞ്ഞില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു എന്തേന്ന് ചോദിച്ചാൽ അവനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്നു. അതിന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് പോയിട്ട് എക്സാം എഴുതി. എക്സാമിന് പോയപ്പോൾ കാശ് രൂപ ഞാൻ കൊന്തേമ്മ കൊളത്തിയിട്ട് പോയായിരുന്നു. പിന്നെ ഉപ്പ് ഞാൻ ടവലിൽ പൊതിഞ്ഞായിരുന്നു, നമ്മുടെ ഉടമ്പടിയുടെ ഉടുപ്പ് ഞാൻ ടവലിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴാണ് അവർ പറയണത് ടവലൊന്നും കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഉപ്പ് എടുത്തിട്ട് ഞാൻ പോക്കറ്റിലും കയ്യിലും കുറച്ച് പിടിച്ചു. എന്നിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറി ടേബിളുമ്പോൾ ഞാൻ ഉപ്പ് കുറച്ചുള്ളൂ കേട്ടോ ഉപ്പ്. എന്നിട്ട് അതവിടെ വെച്ചു. എന്നിട്ട് എക്സാം തുടങ്ങി. അങ്ങനെ ലിസണിങ് കഴിഞ്ഞു, റീഡിങ് തുടങ്ങി 1 മണിക്കൂറാണ്. അപ്പം അതിൽ ലാസ്റ്റത്തെ സി പാട്ട് 14 ക്വസ്റ്റ്യൻ ഉണ്ട്, 7, 7, 14. അതിൽ 5 മിനിറ്റ്, ലാസ്റ്റ് 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് എനിക്ക് 7 ക്വസ്റ്റ്യൻ ഇനിയും ചെയ്യാണ്ട്, വായിച്ചെത്തില്ല എന്തായാലും. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വേറെ വഴിയില്ല, ഞാൻ വെറുതെ കറപ്പിച്ച് വെച്ചു. ഉത്തരം അറിയില്ല എന്താണെന്ന്, വെറുതെ സമയമില്ലാത്ത കാരണം കറപ്പിച്ച് വെച്ചു. അല്ലെങ്കിൽ ലാസ്റ്റ് കറപ്പിക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വെറുതെ കറപ്പിച്ച് വെച്ചു. അത് കഴിഞ്ഞു. പിന്നെ റൈറ്റിംഗ് വന്നപ്പോൾ, റൈറ്റിംഗ് ഇതുവരെ ഞങ്ങൾ ചെയ്യാത്ത, അക്കാദമിയിൽ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് റൈറ്റിംഗ് ആണ് വന്നതെന്ന്. ഏതാ കേസ്, ഏത് ടൈപ്പാന്ന് പോലും മനസ്സിലാവില്ല. എനിക്ക് ഡെസിഗ്നേഷനും ഡൗട്ടായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. ഞാൻ എന്നിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് സ്പീക്കിങ്ങിൻ്റെ കാര്യം വന്നപ്പോൾ, സ്പീക്കിങ്ങിന് ഇവിടെ അച്ഛൻ ഇങ്ങനെ ഇതിലൊക്കെ പറയാറുണ്ട്, നമ്മുടെ ധ്യാനത്തിലും പിന്നെ ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ നമുക്ക് ഇതായിട്ട് ഇങ്ങനെ പച്ച ഡ്രസ്സ് ഇട്ട്, അതായത് നമ്മുടെ മെഴുകുതിരി രൂപം പച്ചയും നീലയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ല ഇത് സൈനാന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനും അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പോയി സ്പീക്കിങ്ങിന് കയറിയപ്പോൾ അത് ഇൻ്റർലോക്യൂട്ടർ വൈറ്റ് ഡ്രസ്സാട്ടോ. അപ്പം തന്നെ ഞാൻ നിരാശയായി, അയ്യോ വൈറ്റ് പോയി അങ്ങനെ വിചാരിച്ചു. പക്ഷേങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ സ്പീക്ക് ചെയ്ത്, അതിൻ്റെ ഇടയിൽ സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് സ്പീക്കിങ് സ്റ്റാർട്ട് ചെയ്ത് പകുതി എത്തിയപ്പോഴുണ്ട് ഒരു 7 സെക്കൻഡോളം ഞാൻ മിണ്ടിയിട്ടില്ല, സംസാരിച്ചില്ല. ആളിങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാണ്ട് ഞാൻ അവിടെ സ്റ്റക്കായി. അപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞ് അവസാനം എൻ്റെ ആ പേപ്പർ, ഞാനായിരുന്നു ലാസ്റ്റ് സ്പീക്കിങ് ചെയ്യേണ്ടായിരുന്ന ആൾ. അപ്പം എൻ്റെ കഴിഞ്ഞപ്പോൾ ആ പേപ്പർ എടുത്ത് വെക്കണ ഫയലിൻ്റെ കളറ് പച്ചയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പച്ച, അപ്പോൾ അവിടെ പച്ച കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമായിട്ടാണ്. എന്നാലും ഇറങ്ങി വന്നപ്പോഴും എനിക്ക് ഇൻ്റർലോക്യൂട്ടർ സുഖമായിരുന്നില്ല. ബാക്കിയുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇങ്ങനെ പറയുമ്പോഴും എൻ്റെ മുഖം ആകെ വാടിയിട്ടിരിക്കേണ്ടായിരുന്നു, എന്തുട്ടാ ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഞാൻ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്താ പറയുക, ഞാൻ ഈ എക്സാം പാസ്സാവണം നോക്കിയിരിക്കുക. കാരണം വീട്ടിൽ അത്ര ക്രൂഷ്യലാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ ജോലി രാജിവെച്ചു പോയിരുന്നു. ചേട്ടനച്ഛൻ മാരീഡാണ്, കുട്ടിയുണ്ട്. പിന്നെ അച്ഛനും അമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തോരം അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുക. അപ്പോൾ എനിക്കാകെ ഇതായി തുടങ്ങി, ഞാൻ ഫുള്ള് ഡിപ്രസ്ഡായി. ഞാൻ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഒന്നും യൂസ് ചെയ്യാണ്ടായി, ഫ്രണ്ട്സായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാണ്ടായി. അങ്ങനെ ആകൊരു അവസ്ഥയായിരുന്നു എൻ്റെ. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഞാൻ എൻ്റെ അവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറയാം, എന്തുട്ടാ ഞാൻ വീട്ടിൽ പോയിട്ട് പറയാം, എക്സാം ആകെ ടഫായിരുന്നു. അമ്മ എനിക്ക് രാവിലെ വിളിച്ചിട്ട് ഞാൻ എക്സാമിന് പോവാന്ന് പറഞ്ഞ് ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് അമ്മ തിരിച്ച് എന്നെ വിളിച്ചു. അപ്പം ഞാൻ മിസ് കോൾ കണ്ടു. ഞാൻ അടിയിലേക്ക് ഇറങ്ങിയായിരുന്നു. എന്നിട്ട് ഞാൻ മുകളിലേക്ക് കയറിയിട്ട് ഞാൻ അമ്മേനെ ഒന്നുകൂടി വിളിച്ചു മിസ് കോൾ കണ്ടപ്പോൾ. അപ്പം അമ്മ കരയാ, എന്നിട്ട് പറയാം പേടിക്കാണ്ട് എഴുതിക്കോളോ അങ്ങനെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പോയി. അതൊക്കെയാണ് കഥ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഭയങ്കര ടഫായിരുന്നു അമ്മ, എനിക്കറിയില്ല, എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ദൈവത്തിന് പറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കരഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ എന്നിട്ടാ ഞാൻ എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ. അപ്പോൾ ഞാൻ പറഞ്ഞു ടഫായിരുന്നു. അപ്പോൾ സാധാ യൂഷ്വലി IELTS പൊട്ടിയ പോലെ തന്നെ അവൻ പറഞ്ഞു, അപ്പോൾ അത് പിന്നെ ഇതൊന്നും നോക്കണ്ടല്ലോ, അപ്പോൾ പിന്നെ ജോലിക്ക് കയറിക്കൂടെ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, റിസൾട്ട് വരട്ടെ. അപ്പോഴും എൻ്റെ മൈൻഡിൽ വേറെ ജോലിക്ക് പോകണം എന്നുള്ളൊരിത് വന്നിട്ടില്ല. ഞാൻ ഒന്നും എന്താ പറയുക, റിസൾട്ട് വരെ നോക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും. എല്ലാവരും എൻ്റെ ഫ്രണ്ടും ചോദിച്ചു എന്തുട്ട് ഇനി എന്താ ഉദ്ദേശം അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു റിസൾട്ട് വരട്ടെ, നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ദിവസങ്ങളൊക്കെ എനിക്ക് ആകെ റിസൾട്ടിൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷനായിരുന്നു. പക്ഷേ എനിക്ക് വേറെ ഒന്നും, അതായത് ഇപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാം, അതായത് ഇത് തോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നോക്കാം, നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ച് നമുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ. പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് തോന്നണില്ല. ഇത് കിട്ടും അങ്ങനെ ഒരു മനസ്സിൽ, അതന്നെ എൻ്റെ മനസ്സിൽ. എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ല, അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ എന്താ പറയുക ഡ്രസ്സുകളും അങ്ങനെയൊക്കെ ഇങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു.
അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ്, ഞാൻ റിസൾട്ട് വന്ന് അറിഞ്ഞില്ല. എൻ്റെ ഫ്രണ്ട്സാണ് മെസ്സേജ് അയച്ചത്, അപ്പോൾ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് നോക്കാൻ. അപ്പോൾ ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഞാൻ പോണ കാരണം എനിക്ക് നോക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു റിസൾട്ട് വരാമെന്ന് വെച്ചാൽ ഞാൻ ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് നോക്കുള്ളൂ, വീട്ടിലിരുന്ന് നോക്കില്ല എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ ഞാൻ എപ്പോഴും പോകാറുള്ളതാണ്. അപ്പോൾ പുത്തമ്പള്ളിയിൽ പോയി ഞാൻ കാശിരൂപവും പിന്നെ കൊന്തയും കയ്യിൽ പിടിച്ചിട്ട് ഞാൻ പാസ്വേഡ് അടിച്ച് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് UK സ്കോർ തന്നിട്ട് മാതാവ് എന്നെ രക്ഷിച്ചു. എന്താ പറയുക, ഞാൻ പാസ്സാവില്ല, എൻ്റെ ഇതുകൊണ്ട് ഞാൻ പാസ്സാവില്ല എന്ന് എനിക്ക് 100-ൽ 101% ഉറപ്പായിരുന്നു. മാതാവ് മാത്രം അത് ചെയ്തു തന്നേക്കണം എനിക്ക്. ഞാൻ അവിടെ ഇരുന്ന് കുറേ കരഞ്ഞു, കുറേ നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് ഞാൻ പറയുന്നത് എൻ്റെ റിസൾട്ട് പബ്ലിഷായി ഇന്ന് പാസ്സായിക്കണ കാര്യം. വീട്ടിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. കൃപാസനത്തിൽ വരാമെന്ന് പറഞ്ഞു. അവർ സാധാ വരുന്ന പോലെ വരാമെന്ന് വിചാരിച്ചിട്ട് അമ്മയൊന്നും ചോദിച്ചില്ല. അങ്ങനെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. എനിക്ക് എന്നിട്ട് റിസൾട്ട് വരാനായിട്ടും എനിക്ക് ആകെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ അത് നിറവേറട്ടെ. പിന്നെ എന്താണെങ്കിലും അത് എന്നെക്കൊണ്ട് ഞാൻ ഉൾക്കൊള്ളാൻ, എന്നെ അത് താങ്ങാനായിട്ട് നീ എപ്പോഴും കൂടി ഉണ്ടാവണേ മാതാവേ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ്. പിന്നെ എൻ്റെ ചേട്ടനും ഫ്രണ്ട്സും പിന്നെ അച്ഛനൊക്കെ ഇങ്ങനെ കളിയാക്കും, ഇങ്ങനെ പ്രാർത്ഥിക്കണമൊക്കെ കണ്ടിട്ടൊക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ ഇതും കൂടി തോറ്റ് കഴിഞ്ഞാൽ നീ കൃപാസന പരിപാടി നിർത്തിക്കോട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഇവർക്കൊക്കെ എനിക്ക് ഒരു ഉത്തരം കൊടുക്കണം, ഇതുകൊണ്ടല്ല ഞാൻ പാസ്സായിന്ന് എനിക്ക് പറയണം, മാതാവിനെ എനിക്ക് പറയണം. അങ്ങനെ പറഞ്ഞു, അമ്മയുടെ വിശ്വാസം നീ കെടുത്തരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാറ്. അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന് പാസ്സായി. ഇപ്പോൾ വീട്ടിലൊന്നും അറിഞ്ഞിട്ടില്ല, ഇവിടെയാണ് ഞാൻ പറയണത്. അപ്പോൾ ഇത്രയും ഇതൊരു വലിയൊരു അനുഗ്രഹമാണ്. കാരണം എനിക്ക് എൻ്റെ ചുറ്റുള്ളവരെ എനിക്ക് കുറേ പേരെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ളൊരു എന്താ പറയുക, ഒരു ആത്മധൈര്യം ഉണ്ട് ഇപ്പോൾ ഈ എക്സാമിലൂടെ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി അതിനൊക്കെ മാതാവിനെ സഹായിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഉറപ്പുണ്ട്. അപ്പോൾ അതെനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടൻ, എൻ്റെ സഹോദരൻ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. ലവ് മാരേജാണ്. 4 വയസ്സായിട്ടുള്ളൊരു കുട്ടിയുണ്ട്. പക്ഷേ ഈ 1 കൊല്ലം ആയിട്ട് അവർ ഭയങ്കര വാക്കുതർക്കവും ഡൈവോഴ്സ് വരെ എത്തി കാര്യങ്ങൾ. ആർക്കും അക്സെപ്റ്റഡ് അല്ല. പക്ഷേ ഫാമിലി അച്ഛൻ്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞു. അതായത് ഇവർ ചേർന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായി. വീട്ടിൽ സമാധാനം ഇല്ലാണ്ടായി. അപ്പം അമ്മയും അച്ഛനും കിടന്ന് ഉറങ്ങാറില്ല ഇതൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവസ്ഥ അറിയാലോ, ഒരു വീട്ടിലിങ്ങനെ ഡൈവോഴ്സ് ആകാൻ കുട്ടിയുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടും ശരിയാവണില്ല. ചേച്ചി എൻ്റെ അടുത്ത് വന്ന് കരച്ചിൽ അങ്ങനെയൊക്കെ ആയി. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, മാതാവ് അനുഗ്രഹിച്ചിട്ട് അവർ രണ്ടുപേരും ഒരു കുഴപ്പമില്ല, ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ജീവിക്കണു. ഇന്നലെ 2-3 ദിവസം മുന്നേ അവർ ട്രിപ്പൊക്കെ പോയായിരുന്നു ഉണ്ണീനെയും കൊണ്ട്. അങ്ങനെ അതും ഒരു വലിയ അനുഗ്രഹം. എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും അതൊരു വലിയ അനുഗ്രഹം മാതാവ് തന്നു. അപ്പം ഇത്രയൊക്കെ തന്ന മാതാവിന് ഇത് മതി ഞങ്ങൾക്ക്. ഇത്രയും തന്ന മാതാവിന് 1000 നന്ദി കർത്താവിനും.